ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും പാത്തൂസ് കറികളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോകുന്നത് ഇഫ്താറിന് നോമ്പ് തുറക്കാനായിട്ടാണ്. അപ്പോൾ എവിടേക്കാണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലുള്ള ഏറ്റവും വലിയ ഗ്രാൻഡ് മോസ്കിലോട്ടാണ് ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ ഷാർജയിലുള്ള ഏറ്റവും വലിയ ഗ്രാൻഡ് മോസ്ക്. ഇവിടേക്കാണ് ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണി 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും നോമ്പ് തുറക്കാനായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് സീറ്റും കിട്ടും, അതേപോലെ തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ ലേറ്റായിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സീറ്റും കിട്ടില്ല, അതേപോലെ തന്നെ ഭയങ്കര തിരക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു 5 മണി 5:30 ഒക്കെ സമയത്ത് വരികയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ. പിന്നെ നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് ഇക്കാൻ്റെ പെങ്ങളെ മോനും അതേപോലെ തന്നെ വൈഫും കുട്ടിയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇക്ക പിന്നെ നമ്മളെ കൂടെ നോമ്പ് തുറക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ വരാമെന്നൊക്കെ സമ്മതിച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് എത്താനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളില്ലാത്തതുകൊണ്ട്. എന്താ ചെയ്യുക, നമുക്ക് ജോലിയുടെ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വിചാരിച്ച സമയത്ത് എത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് എന്തായാലും നെക്സ്റ്റ് നോമ്പിന് എല്ലാവരും കൂടിയിട്ട് ഒന്നുകൂടി ഈ ഒരു പള്ളിയിലോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്. പള്ളി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്ക് ഈ പള്ളി കാണാനായിട്ട്. അതേപോലെ തന്നെ പള്ളിയുടെ ചുറ്റും നല്ല മനോഹരമായിട്ടുള്ള ചെടികളും ഗാർഡനുകളും പിന്നെ ചെറിയ ചെറിയ ഫൗണ്ടനുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നല്ല കാർ പാർക്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വിസിറ്റേഴ്സിനൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ ആ ഒരു പാർക്കിലൊക്കെ അവിടെ ഇരുന്ന് ഗാർഡനിൽ ഇരുന്നിട്ടൊക്കെ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ അറബി ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരോടും ഉള്ളിലോട്ട് കയറിയിട്ട് ക്യൂ നിൽക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിത് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ചെരുപ്പൊക്കെ ഇങ്ങനെ ആ ഒരു ഭാഗത്തായിട്ട് ചെരുപ്പൊക്കെ ഊരിയിടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉള്ളിലായിട്ട് തന്നെ നമുക്കവിടെ ഷൂ റാക്കൊക്കെ ഉണ്ട്. നമ്മൾ ചെരുപ്പ് അതിൻ്റെ ഉള്ളിൽ പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ അവിടെ അവർ പറഞ്ഞത് ഇങ്ങനെ അവിടെ അപ്പുറത്ത് പള്ളിയുടെ ആ ഒരു സൈഡിലായിട്ട് ഷൂ റാക്കൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ആ ചെരുപ്പൊക്കെ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ പള്ളിയുടെ ഉള്ളിലോട്ടായിട്ട് പോവുകയാണ് കേട്ടോ. ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ആണുങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ക്യൂ നിൽക്കുക, പെണ്ണുങ്ങൾക്ക് വേറെ ആയിട്ടാണ് കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ആണ് അവിടെ ക്യൂ നിൽക്കുന്നത്. ആണുങ്ങൾക്ക് ഇവിടെ പുറത്ത് സൈഡിലായിട്ടാണ് കേട്ടോ അങ്ങനെ നോമ്പ് തുറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഉള്ളിലായിട്ട് ഒരു സൈഡിൽ ഉള്ളിലായിട്ടാണ് പെണ്ണുങ്ങൾക്കും ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വരിവരിക്കായിട്ട് ഓരോ ബോക്സും കാര്യങ്ങളൊക്കെ അതവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞായറാഴ്ച പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിയത്. ഞായറാഴ്ച ആകുമ്പോൾ ഭയങ്കര തിരക്കാവുമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ശനിയാഴ്ച പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പോലും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. ആ ഭാഗത്തൊക്കെ കുറേ പേർക്കൊന്നും ഫുഡൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ സ്ത്രീകൾക്കായിട്ട് സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകൾക്കായിട്ട് മാത്രമായിട്ട് വളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സെറ്റിങ്സൊക്കെ നല്ല രീതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിലും പുരുഷന്മാരുടേതായിട്ടുള്ള വളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. ഒരു ലെബനപ്പ്, അതേപോലെ തന്നെ ഹലീസ, ഒരു ഓറഞ്ചും ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു ബിരിയാണിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ബാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറക്കുന്ന തിരക്കിലാണ്.
അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം അവിടെ നിന്ന് തന്നെ നമ്മൾ നിസ്കരിച്ചിട്ടാണ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളവിടെ പുറത്ത് ഓരോ കുറേ കാഴ്ചകൾ രാത്രിക്കത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് കണ്ടതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നോമ്പുതുറൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുറത്ത് കണ്ടില്ലേ രാത്രിയായിട്ടില്ല അതിൻ്റെ ആ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പള്ളിയുടെ ചുറ്റുഭാഗം നല്ല ലൈറ്റും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു രാത്രിക്കത്തെ ആ വ്യൂ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവിടെ പള്ളിയുടെ ആ ഒരു ഫോട്ടോസും അങ്ങനത്തെ വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയുടെ കുറേ വീഡിയോസും അതേപോലെ ഫോട്ടോസും രാത്രിക്കത്തെ വ്യൂ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 11 മണി 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇക്ക വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് നമുക്ക് എന്നാൽ അത്താഴം കഴിക്കാൻ പോയാലോ എന്ന്. അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് സാധാ ചോറ് കേട്ടോ. സാധാ ചോറും അതേപോലെ തന്നെ മീൻ പൊരിച്ചത്, മീൻ കറി, മുട്ട പൊരിച്ചത്, പപ്പടം, അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ചമ്മന്തി, പിന്നെന്താ മീൻ പൊരിച്ചത്, അങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെയൊക്കെ നമ്മുടെ കൂടെ നോമ്പ് തുറക്കാൻ ഇല്ലാത്ത ആ ഒരു വിഷമം നമുക്ക് ഈ ഇതോടെ കൂടി മാറി കിട്ടിയിട്ടാണ്. അപ്പോൾ ഇക്കയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീട്ടിൽ അവർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവരങ്ങനെ അവരുടെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം.